ഇന്നത്തെ വീഡിയോ ചേച്ചിയുടെ വീട്ടിൽ ഉത്സവത്തിന് പോയതാണ്. ഭഗവാനെ, ഈ വീഡിയോ കൂടി ഇടുമ്പോൾ മിക്കവാറും നിങ്ങളഞ്ഞ ഒരു ഉത്സവ കുട്ടിയാക്കും. എന്തായാലും പോട്ടെ. അപ്പോൾ നമ്മുടെ ചേച്ചിയുടെ വീട് കൊട്ടാരക്കരയാണ്. അപ്പോൾ രാവിലെ ഒരു 5:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം ഞങ്ങളെ വിട്ടിട്ട് വേണം ചേട്ടന് ജോലിക്ക് പോകാനായിട്ട്. അപ്പം നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ കൊട്ടാരക്കര എത്തി. പിള്ളേരൊക്കെ ഒരു ഉറക്കച്ചടവിലൊക്കെയാണ്. എന്നാലും വീട്ടിലെത്തിയപ്പോഴത്തേക്ക് പിള്ളേർ എണീറ്റു. പിന്നെ ചേച്ചിയുടെ മോൻ രാമൂസ് ഞങ്ങൾ ചെന്നപ്പോൾ ഉറക്കമായിരുന്നു. അവനെ ഉണർത്തുന്നതാണ് ഇനി. പിന്നെ ചേച്ചിയുടെ വീട്ടിലെ പൂന്തോട്ടം കാണാനായിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങി. ചേച്ചി കുറച്ച് ചെടിയൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് പോയി. ബൊഗൈൻ വില്ലയിലൊക്കെ പൂവൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. കാണാനൊക്കെ നല്ല രസമുണ്ട്, നല്ല ചന്തം ഉണ്ടായിരുന്നു കാണാനൊക്കെ. അതിനുശേഷം ഞങ്ങൾ കുളിച്ചൊരുങ്ങിയിട്ട് ഞാനും പിള്ളേർ സെറ്റും അമ്മയും കൂടെ അവിടെ അമ്പലത്തിൽ പോയി. ഞങ്ങൾ ആദ്യം പടിഞ്ഞാറ്റിൻകര അമ്പലത്തിലാണ് പോയത്. അത് കഴിഞ്ഞിട്ട് ഗണപതി അമ്പലത്തിൽ പോകാൻ ഉള്ള പ്ലാനായിരുന്നു. പിന്നെ ഇന്ന് ഉത്സവമായതുകൊണ്ട് ഗണപതി അമ്പലത്തിൽ കയറി തൊഴാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ആദ്യം നമ്മൾ പടിഞ്ഞാറ്റിൻകരയിലെത്തി. ഞങ്ങൾ അമ്പലത്തിൽ ചെന്ന സമയത്ത് അവിടെ ആനയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പോയി. ആനയുടെ വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല. ആ സമയത്ത് ആനയുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ എല്ലാം പോയി തൊഴുതു. എന്നിട്ട് നമ്മൾ തിരിച്ച് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെ ഗണപതി അമ്പലത്തിലോട്ടാണ് പോകുന്നത്. നടന്നു പോകുന്ന ദൂരമല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് പോവാം. അങ്ങനെ നടന്ന് നമ്മൾ അമ്പലത്തിലെത്തി. അമ്പലത്തിൽ അത്യാവശ്യം ഉത്സവ സമയം കൂടെ ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ സ്റ്റേജിൽ എന്തോ പ്രോഗ്രാം നടക്കുമായിരുന്നു. ആ ഒരു സമയത്ത് നൃത്തം നടക്കുമായിരുന്നു. പക്ഷെ നമ്മളത് കാണാനൊന്നും നിന്നില്ല. ആ സമയത്ത് അവിടെ അന്നദാനവും നടക്കുന്നുണ്ട്. ഭയങ്കര ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിള്ളേർക്ക് അമ്പലക്കുളം കാണണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം പിന്നെ അമ്പലക്കുളം കാണിക്കാനായിട്ട് കൊണ്ടുപോയി. അമ്പലക്കുളം കണ്ടിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. അപ്പം പിള്ളേരെയും കൊണ്ട് പോകുന്നതുകൊണ്ട് തിരക്കിപ്പെടുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. എങ്കിലും നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. വലിയ തിരക്കെന്ന് പറയാൻ പറ്റില്ല, കുഴപ്പമില്ലാത്ത തിരക്കുണ്ടായിരുന്നു. നമ്മൾ തൊഴുതതിന് ശേഷം നമ്മൾ തേങ്ങ ഉടയ്ക്കാനായിട്ട് പോയി. അപ്പോൾ അമ്പലത്തിനുള്ളിൽ തന്നെ തേങ്ങ ഉണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ പുറത്തുണ്ട് തേങ്ങ. നമ്മൾ അകത്തുനിന്നാണ് വാങ്ങിയത്. അകത്ത് കയറി കഴിഞ്ഞിട്ടാണ് തേങ്ങ വാങ്ങിയത്. അപ്പം ഞങ്ങൾ 4 തേങ്ങ വാങ്ങി. ഞാനും പിള്ളേർ 3. അങ്ങനെ 4 തേങ്ങ വാങ്ങി. ഞങ്ങൾ പിന്നെ തേങ്ങയൊക്കെ ഉടച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് ഉണ്ണിയപ്പം വേണം. അപ്പം ഉണ്ണിയപ്പത്തിന് നല്ല ക്യൂ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അമ്മയെ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്നു. അപ്പോൾ അമ്മ രസീത് എഴുതാനായിട്ട് പോയി. അങ്ങനെ രസീതൊക്കെ എഴുതിയിട്ട് വന്നിട്ട് ഞങ്ങൾ ഉണ്ണിയപ്പവും വാങ്ങി നമ്മൾ അമ്പലത്തിൻ്റെ വെളിയിലേക്ക് നടക്കുമ്പോഴാണ് നമ്മൾ ആനയെ കണ്ടത്. ആനയാണെങ്കിൽ അവിടെ നെറ്റിപ്പട്ടമൊക്കെ ചാർത്തി നല്ല അലങ്കരിച്ച് നിർത്തിയപ്പോൾ ഉണ്ടായിരുന്നു. 4 ആനയും കണ്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് 3 കണ്ടേ ഉള്ളൂ. 4 ആന ഞങ്ങൾ അമ്പലത്തിൽ ചെന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആനയും കണ്ടിട്ട് ഞങ്ങൾ അമ്പലത്തിന് വെളിയിലേക്ക് ഇറങ്ങി. നമ്മൾ അമ്പലത്തിന് വെളിയിൽ ഇറങ്ങുമ്പോൾ ഒത്തിരി കച്ചവട സാധനങ്ങളൊക്കെ ആയിരുന്നു. മാലയും ടോയ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് പിള്ളേർക്ക് മാലയും ടോയ്സും ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് നടന്നു. അപ്പോൾ നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ ചേച്ചിയുടെ വീട്ടിലോട്ട്. വീട്ടിലെത്തി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാമേ. ബൈ.